മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ പിന്നെ ആകെ ഒരു ടെൻഷനാണ് നമുക്കൊക്കെ അല്ലെ. നമ്മുടെ ലോകം മുഴുവൻ അതിനകത്തിരിക്കുമ്പോൾ എങ്ങനെ സമാധാനം കിട്ടും അല്ലെ. മോഷ്ടിക്കപ്പെട്ടവയ്ക്കും യാത്രക്കിടെ വീണുപോയവയും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു വിളിപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ പോലീസുണ്ട്. 200-ലേറെ ഫോണുകൾ കോഴിക്കോട് പോലീസ് തിരിച്ചെടുത്തു നൽകിയത് നമ്മുടെ തത്സമയം റിപ്പോർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ കുറ്റിപ്പുറം പോലീസ് ഏതാനും ദിവസം കൊണ്ട് 20-ലേറെ ഫോണുകളാണ് തിരിച്ചെടുത്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതും നമ്മൾ ഇതിനെ ഈ ഫോൺ കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ CR, അതായത് സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി നമ്മൾ ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നൽകണം. അത് സാധാരണക്കാർക്ക് സ്റ്റേഷനിൽ വന്നും ചെയ്യാം, സ്റ്റേഷനിൽ വരാതെ അവർക്ക് വേണമെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വഴി ഇത് രജിസ്റ്റർ ചെയ്യാം. അതിന് അവരുടെ ഫോൺ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ലോസ്റ്റായ ഫോൺ നമ്പർ, അതിന് അവരുടെ IMEI നമ്പർ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്യുക. ഫോണിൻ്റെ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രജിസ്റ്റർ ആവുകയും നമുക്കത് വരികയും ചെയ്യും. ഈ സാധനത്തിന് IMEI നമ്പർ നിർബന്ധമായിട്ട് അറിയണം. അറിയില്ലെങ്കിലും നമുക്ക് സ്റ്റേഷൻ വഴി ലോഗിൻ ID ഉണ്ട്. എല്ലാ സ്റ്റേഷനും ലോഗിൻ ID ഉണ്ട്. ആ ലോഗിൻ ID കഴിയുമ്പോൾ സാധാരണക്കാരൻ്റെ ഫോൺ നമ്പർ മാത്രം മതി. അത് വെച്ച് നമുക്ക് IMEI എടുത്ത് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഫോണാണല്ലോ നമ്മുടെ ഒക്കെ ജീവിതം. അതൊന്ന് ഒരു നിമിഷം ഒന്ന് മാറിപ്പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുന്ന ഒരവസ്ഥയാണ്. നമുക്കിപ്പോൾ അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ, ഫോൺ പോയി കഴിഞ്ഞാൽ ജീവിതമേ അവസാനിച്ചു എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആശ്വാസമായിട്ടാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫോൺ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് അല്ലേ? ജയലക്ഷ്മി, അതായത് ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് തന്നെ സാങ്കേതികത മാറുന്നു. അപ്പോൾ പ്രീമിയം മൊബൈൽ ഫോണുകളൊക്കെ കാലത്തിനനുസരിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു തലമുറയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ മൊബൈൽ ഫോൺ ജീവിതത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ മൊബൈൽ ഫോൺ നഷ്ടമാകുക എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, പ്രധാനമായും ഒരു വലിയൊരു സാധനം ഒഴിഞ്ഞു പോകുന്ന പോലെയുള്ളൊരു ഫീലാണല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മൊബൈൽ ഫോൺ നഷ്ടമാകുന്നത് കുറ്റിപ്പുറം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലൊക്കെ വെച്ച് ഈ മോഷണം പോകുന്നു, ഒപ്പം തന്നെ കളഞ്ഞു പോകുന്ന മൊബൈൽ ഫോൺ ഒക്കെ പോലീസ് തന്നെ നേരിട്ട് ഇത് തിരിച്ചു നൽകുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റ് സംവിധാനം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് കുറ്റിപ്പുറം പോലീസിൻ്റെ PROൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംവിധാനം കൃത്യമായി വിനിയോഗിച്ചത്. 20ഓളം മൊബൈൽ ഫോണുകളാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ നൽകിയത്, ഐഫോണുകൾ ഉൾപ്പെടെ. അപ്പോൾ ആ സംവിധാനത്തിൽ നാട്ടുകാർ വലിയ തൃപ്തരാണ്. പലതും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ഫോണുകളൊക്കെ ഷോപ്പിലൊക്കെ മോഷണം നടത്തി വിൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരികെ കിട്ടിയതിൻ്റെ ഒരു നിർവൃതി ആശ്വാസമൊക്കെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലുള്ള സംവിധാനങ്ങൾ നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ്. കൃത്യമായി എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത് കൂടി കുറ്റിപ്പുറം പോലീസ് ഒരു മോഡലാക്കി കാണിച്ചു തന്നിരിക്കുകയാണ്. ജയലക്ഷ്മി. ശരി അരുൺ. എന്തായാലും ഫോൺ നമുക്കൊക്കെ ഏറെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് സൂക്ഷിച്ചു വെക്കുക. ഇനി എങ്ങാനും കളഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമിക്കേണ്ട, നമ്മുടെ ആളുകൾ ഇവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അരുണാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്.